ഹലോ ഗായ്സ്, ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്ത് പോയി കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് പുറത്ത് പോയി വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര വെയിലൊക്കെ ആയി. ഇന്നത്തെ ഞാൻ പുറത്ത് പോകാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് സോ സ്പെഷ്യൽ ടു മീ. ബിക്കോസ് എന്റെ 20th ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണിത്. പക്ഷെ അത് ആ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഞാനിത് പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ പോയാൽ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് കംഫർട്ടബിൾ ഡ്രസ്സാണ്. ഗൈസ്, അങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. നമുക്ക് വേഗം പോയിട്ട് വരണം. ഓക്കെ ഗൈസ്, പോകുന്ന വഴിക്ക് ഞാനൊരു ചായക്കട കണ്ടു. എനിക്ക് എന്തോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊരു കൊതി തോന്നുന്നു. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഡബിൾ ഓക്കെ എന്ന് പറയുന്നു. നമുക്കപ്പോ ചായക്കടയിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് കുറച്ച് പുറകിലോട്ട് പോയത് ഒരു വൈബുണ്ട്. നിങ്ങൾക്ക് ആ ഫീൽ കിട്ടുന്നില്ലേ? ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് പുട്ടും പയറും പപ്പടവും കഴിച്ചു. പുട്ട് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഗൈസ്, ഇവര് തന്നെയാണ് ഈ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാൻ കാരണം. ഒരു കിടിലൻ ചായ കൂടെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഗൈസ്, നമ്മൾ കപ്പ മേടിക്കാൻ മാർക്കറ്റിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമ്മൾ കപ്പയും പച്ചക്കറികളും വാങ്ങി നമ്മൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നു. പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങി. ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി എന്തായാലും ഒരു കാരണവശാലും ഇനി പുറത്തേക്ക് ഇറങ്ങത്തില്ല. എന്റെ പൊന്നോ, എന്ത് വെയിലാണെന്നറിയാവോ, ഉള്ളിപ്പോയി. ഗായ്സ്, നമ്മൾ ഉള്ളി എരിയാൻ പോവുകയാണ്. ഗൈസ്, എന്തുകൊണ്ടാണ് ഉള്ളി എരിയുമ്പോൾ കണ്ണീര് വരുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. ഇതാണ് ഗായ്സ് എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ പെരട്ട് ആൻഡ് കപ്പയുമുണ്ട്. ഗൈസ്, കപ്പ വിത്ത് ചിക്കൻ പെരട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിട്ടില്ല കോമ്പിനേഷൻ ആണ് ഗൈസ്. ഗൈസ്, എല്ലാം റെഡിയായി. പക്ഷെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നാത്തു രുക്കുമണി എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ രുക്കുമണിക്ക് 5 വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കാലനക്കാൻ വൈകി ഗൈസ്, പാവം. താങ്ക് യു ഗൈസ്. നമ്മൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗസ്റ്റുകൾ ഇപ്പോഴാണ് വന്നത് ഗൈസ്. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർ കുറെ താമസിച്ചു. ഇതുപോലെ ലേറ്റ് ആയിട്ട് വരുന്ന ചങ്കുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഇടുക. ഗൈസ്, ഇതാണ് എന്റെ ക്യൂട്ട് കസിൻ സിസ്റ്റർ. നമ്മുടെ രുക്കുമണി. ഗൈസ്, ഇതാണ് ബർത്ത്ഡേ കേക്ക്. ഇത് കുൽഫി ഫ്ലേവർ ആണ് ആൻഡ് ഇറ്റ്സ് സോ ഡെലീഷ്യസ്. ബിരിയാണി ആയിരുന്നു ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയാനുള്ളത് കേക്കില്ലാതെ ബർത്ത്ഡേ ഒന്നും ആവത്തില്ലല്ലോ. കേക്ക് ഉണ്ടാക്കി തന്ന ന്യൂസ് കേക്ക് വേൾഡിനോടാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ ഏത് ഡിസൈൻ ആണോ ഫോണിൽ അയച്ചു കൊടുത്തത് അതേ ഡിസൈനിൽ തന്നെ എനിക്ക് ആ കേക്ക് അടിപൊളിയായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തന്നു. ലൈക്ക് അവർ അഞ്ഞു പോകാന്ന് പറയേ, അത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള കേക്കായിരുന്നു. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം. ഏത് തരം കേക്കാണെന്ന് പ്ലീസ് കോൺടാക്ട്. അവരടിപൊളിയായിട്ട് ചെയ്ത്. ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അഫ്കോഴ്സ് എനിക്ക് ജന്മം തന്ന എന്റെ അമ്മയോട് കൂടെയാണ്. എന്താ, അച്ഛനും അമ്മയും ലൈക്ക് മൈ ഗുഡ് ഫ്രണ്ട്സ്. അച്ഛനും അമ്മയും എന്നതിലുപരി അവര് എന്റെ നല്ലൊരു ഫ്രണ്ട്സാണ്. ഗൈസ്, എന്റെ പാരന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പാവം അമ്മയാണ് എന്റെ അമ്മ. എന്ന് വെച്ചാൽ അയ്യോ, ഇനി ചില സമയത്ത് അമ്മയെ കണ്ടിട്ട് തോന്നാറുണ്ട്, എന്റെ ദൈവമേ, ഇത്രയും പാവമായൊരാള്, അങ്ങനെ ഇത്രയും നിഷ്കളങ്കതയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്രയും പാവമാണ് എന്റെ അമ്മ. ആൻഡ് അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ ഭയങ്കര ഫണ്ണാണ് ഗൈസ്. അച്ഛനില്ലെങ്കിൽ വീട്ടില് അനക്കൊന്നും കാണത്തില്ല, എന്തെങ്കിലുമൊക്കെ ചില്ലാണ്. അമ്മ എന്റെ എല്ലാ ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് എനിക്കെല്ലാം ചെയ്തു തരാറുണ്ട്. അച്ഛൻ നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. ഒന്നിനും എന്താ മറ്റേ ചില മെയിൽ ഡോമിനന്റ് ഒരു സ്വഭാവം ഉണ്ടല്ല, ആ സാധനം ഇല്ല. എപ്പോഴും എന്റെ ഈ 2 പേര്, എന്റെ അമ്മയും അച്ഛനും എന്റെ അഭിപ്രായങ്ങൾക്കാണ് ആദ്യം അവര് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സോ എനിക്ക് ഇത്രയും നല്ലൊരു ദിവസം സമ്മാനിച്ചതിന് താങ്ക് യു. ഈ വീഡിയോ കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.